വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്ക് ഏവർക്കും സുപരിചിതമായ വാക്യമാണ്, ഒരു സംഭവമാണ്. മുടിയനായ പുത്രൻ്റെ കഥയാണ് അവിടെ പറയുന്നത്. വളരെ അധികം ചിന്തിക്കുകയും കേൾക്കുകയും പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. അനുതാപത്തിൻ്റെ വിഷയമാണല്ലോ നമ്മുടെ പ്രധാന ചിന്ത. അനുതാപത്തിൻ്റെ നല്ലൊരു മാതൃകയാണ് മുടിയനായ പുത്രനിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ഭാഗം തന്നെ എടുക്കാമെന്ന് വിചാരിച്ചത്. ഇതിന് ഒരു ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ സ്നേഹത്തിൻ്റെ ധൂർത്തനായ പിതാവ് എന്ന് കൊടുക്കണമെന്ന് ഒരു വ്യക്തി പറയുന്നുണ്ട്. സ്നേഹത്തിൻ്റെ ധൂർത്തനായ പിതാവ് എന്ന് വേണം ഈ ഭാഗത്തിന് ടൈറ്റിൽ കൊടുക്കാനെന്ന് ഒരു വ്യക്തി അഭിപ്രായപ്പെടുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ചെറുകഥയാണ് ഇതെന്ന് വേറൊരു വ്യക്തി പറയുന്നുണ്ട്. മകൻ്റെ പാപത്തേക്കാൾ പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഊന്നിപ്പറയുന്ന ഒരു ഉപമയാണ് ഇത് എന്ന് മറ്റൊരു വ്യക്തിയും പറയുന്നുണ്ട്. ഇങ്ങനെ പലവിധമായ പല മഹാന്മാക്കളുടെയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ മുടിയൻ പുത്രൻ്റെ ചരിത്രം. ഇതിലൂടെ ചില ചിന്തകൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യര് ഇവിടെ പറയുന്ന പിതാവിന് 2 മക്കളുണ്ട്. 2 തരം മക്കളെ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒന്ന്, പിതാവിനോട് കൂടെ താമസിക്കുന്നുണ്ടെങ്കിലും പിതൃസ്വഭാവം ഇല്ലാതെ കഴിയുന്ന, നീതിമാനെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഒരു മകനാണ് ഒന്നാമത്തെ മകൻ. 2ാമത്തെ മകനാണ് പിതാവിൽ നിന്ന് അകന്ന് പോയ ശേഷം പിതൃസന്നിധിയിലേക്ക് അനുദപിച്ച് വീണ്ടും വരുന്ന പുത്രൻ. ഇങ്ങനെ 2 പുത്രന്മാരെ ആണ് ഇതിലൂടെ അവതരിപ്പിക്കുന്നത്. ഇതിൽ ഇളയ പുത്രനെയാണ് നമുക്ക് ഇന്ന് ചിന്തിക്കുവാനായിട്ട് ഉള്ളത്. മൂത്ത മകനും ഇളയ മകനും പിതാവിൻ്റെ പുത്രന്മാരാണെങ്കിലും ഇളയ മകൻ കർത്താവിനെ രക്ഷകനായി ദൈവത്തെ പിതാവായി സ്വീകരിച്ച സഭാംഗമായ ക്രൈസ്തവരുടെ ഒരു പ്രതിനിധിയാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രതിനിധിയായിട്ടാണ് ഇളയ മകനെ കാണാൻ നമുക്ക് സാധിക്കുന്നത്. ദൈവത്തെ നിന്ന് മറുതലിച്ചു പോയവനാണെങ്കിലും വീണ്ടും ദൈവത്തിലേക്ക് വന്ന് ദൈവവുമായി കൂട്ടായ്മ ആചരിക്കാൻ തക്കവണ്ണം സന്മനസ് കാണിച്ച ഒരു വ്യക്തിത്വം. പിതാവിൽ നിന്ന് സ്വയം അകലുന്ന ചിത്രമാണ് ഇവിടെ നാം കാണുന്നത്. എന്നാൽ ഇളയ മകൻ അനുദപിച്ച് മടങ്ങി വരുന്ന നല്ല സുന്ദരമായ ഒരു പ്രതിപാദനമാണ് ഇതിലൂടെ നാം കാണുകയും ചെയ്യുന്നത്. ഇളയ മകനെക്കുറിച്ച് പറയുമ്പോൾ അവനെ സ്വത്തിന്മേലുള്ള അവൻ്റെ അവകാശം അവൻ ഇവിടെ പറയുകയും പിതാവിൽ നിന്ന് സ്വത്തെല്ലാം തരണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു സംഭവമാണ് നാം ആദ്യം കാണുന്നത്. ആ സ്വത്ത് വാങ്ങിയിട്ട് അവൻ്റെ ആഗ്രഹാനുസരണം അത് അനുഭവിക്കുകയാണ്. പിതാവിൽ നിന്ന് സ്നേഹമില്ലാതെ അവൻ്റെ വഴിക്ക് പോവുകയാണ്, സ്വന്തമായി ആഗ്രഹം നിറവേറുവാൻ വേണ്ടി. എല്ലാവിധത്തിലും സംതൃപ്തനായ ഒരു വ്യക്തിയായിട്ടാണ് അവിടെ ആദ്യ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് പിതൃസാമീപ്യത്തെക്കാൾ അവന് പ്രസാദകരമായത് ദുസ്വാതന്ത്ര്യമായിരുന്നു. പിതാവിനോട് കൂടെ ഐക്യപ്പെട്ട് ജീവിക്കുവാൻ, പിതാവിനോടൊത്ത് ജീവിച്ച് ആ സന്തോഷത്തിൽ കഴിയുന്നതിനേക്കാൾ ഉപരിയായി സ്വന്തം സ്വാതന്ത്ര്യമനുസരിച്ച് ജീവിക്കുവാനുള്ള അവൻ്റെ അദമ്യമായ ആഗ്രഹം. ഇത് പലപ്പോഴും മനുഷ്യജീവിതത്തിൽ കടന്നുകൂടുന്ന ഒരു പരാധീനതയാണ്. നമുക്ക് ജീവിക്കുന്നപ്പോൾ സ്വതന്ത്രമായി ജീവിക്കണം, സ്വന്തം താല്പര്യങ്ങൾ നടക്കണം, സ്വന്തമായ രീതിയിൽ പോകണം, സ്വന്തമായി ശൈലി സ്വീകരിക്കണം, സ്വന്തമായ സംസ്കാരത്തിൽ പോകണം. ഇങ്ങനെ പലവിധമായ സ്വന്തമായ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു അദമ്യമായ ആഗ്രഹം മനുഷ്യന് സ്വാഭാവികമായിട്ടുണ്ട്. ഇത് പലപ്പോഴും തിന്മയുടെ മാർഗ്ഗം അവലംബിച്ചുള്ള പോക്കായിരിക്കും, നന്മയുടെ വശത്ത് ആയിരിക്കുകയില്ല അങ്ങനെയുള്ള പോകുന്നത്. ഇത് നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്.
പിതൃസാന്നിധ്യം, ദൈവസാന്നിധ്യം വിട്ട് അകന്നു പോകുന്ന ഏതൊരു വ്യക്തിയും ജീവിതത്തിൽ വളരെയധികം തിന്മയുടെ വശത്തേക്ക് പോകുന്നു, സ്വാതന്ത്ര്യത്തിൻ്റെ സ്വന്തമായ തന്ത്രത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകുന്നു. അതെല്ലാം ദൈവത്തിൽ നിന്ന് അകത്തിക്കൊണ്ടിരിക്കുന്ന സംഗതിയാണ്. നന്മതിന്മകളെക്കുറിച്ച് അറിയുവാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് ദൈവദത്തമായി നൽകിയിട്ടുള്ള ഒന്നാണ്. എന്നാൽ ആ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് തിന്മയുടെ മാർഗ്ഗെ പോകുന്ന ഒരു വ്യക്തിത്വമാണ് ഈ ഇളയ മകൻ എന്നുള്ളത് കാണാൻ സാധിക്കുന്ന വസ്തുതയാണ്. ഇന്നത്തെ ആധുനിക ലോകത്തിലും വളരെയധികം ചിന്തനീയമായൊരു സംഗതിയാണ്. മനുഷ്യൻ നന്മയെ കാണാൻ, നന്മ അറിയുന്നുണ്ടെങ്കിൽ പോലും തിന്മയുടെ മാർഗത്തിലേക്ക്, തിന്മയുടെ വഴി അവലംബിച്ചു പോകുന്ന ഒരു പ്രക്രിയ ഇന്നത്തെ എല്ലാ മണ്ഡലങ്ങളിലും കാണാൻ സാധിക്കുന്ന വസ്തുതയാണ്. നമ്മളൊക്കെ തന്നെയും നന്മയെക്കുറിച്ച് ചിന്തിക്കും, നന്മ പറയും. പക്ഷേ തിന്മയായ കാര്യങ്ങൾ നമ്മുടെ ആഗ്രഹാഭിലാഷങ്ങൾക്കനുസൃതമായി മുന്നേറുവാൻ തക്കൊണ്ട് സാധിക്കുന്ന വഴിയാണ് എങ്കിൽ അതിലൂടെ പോകുവാനായിട്ടാണ് നമുക്ക് എല്ലാവർക്കും താല്പര്യം. ഇത് തീർച്ചയായും പിതാവാം ദൈവത്തെ കൂടുതൽ ദുഃഖിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. പിതാവിനുള്ളതെല്ലാം മക്കൾക്കുള്ളതാണെന്നുള്ള ബോധം അവനുണ്ടായിരുന്നെങ്കിലും നിയന്ത്രണാതീതമായ ജീവിതം കൊണ്ട് അവൻ ഒരു അത്യാഗ്രഹിയായി തീരുകയാണ്. പിതാവിൻ്റെ കൂടെ താമസിച്ച് പിതാവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ശാന്തമായി ജീവിക്കേണ്ടതിന് പകരം അവൻ അത് സ്വത്ത് മുഴുവൻ വേണ്ടാധീനമാക്കി തീർക്കുന്ന ഒരു സ്ഥിതിവിശേഷം. ഇവിടെ ഭാവിയെക്കുറിച്ചുള്ള വല്ല ചിന്ത കേവലം വികാരങ്ങൾക്ക് കീഴ്പ്പെട്ട ചിന്തയാണ്. നല്ല രീതിയിൽ ചിന്തിച്ച് ദൈവികമായി മുന്നേറുവാനായിട്ടല്ല, നന്മസ്വരൂപനായി തീരുവാനായിട്ടല്ല, നന്മയുള്ളവനായി തീരുവാനായിട്ടല്ല, പിന്നെയോ കേവലം അവൻ്റെ വികാരങ്ങളെ കീഴടക്കുവാൻ വേണ്ടിയുള്ള ഒരു മാധ്യമമായി അവൻ്റെ സ്വത്ത് മുഴുവൻ കണ്ടു എന്നുള്ളത് അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പരാധീനതയാണ്. പലപ്പോഴും സമ്പത്ത് കൂടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രേരണയാണിത്. സമ്പത്ത് കൂടുമ്പോൾ പാപജീവിതവും കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. സമ്പത്ത് നമ്മുടെ ഇഷ്ടാനുസരണം ചെലവഴിക്കുമ്പോൾ നമ്മൾ എപ്പോഴും അത് നന്മയുടെ വശത്തേക്കല്ല ചിരിയുന്നത്, തിന്മയുടെ വശം, സ്വാർത്ഥമായ ആഗ്രഹങ്ങൾ സാധിക്കുക, സ്വന്തമായ വികാരങ്ങൾക്ക് അനുസൃതമായ രീതിയിൽ ആസ്വദിക്കുക തുടങ്ങിയുള്ള എല്ലാ തിന്മകളിലേക്കും നാം സ്വമേധയാ വഴിമാറിപ്പോകുന്നത് സാധാരണമാണ്. ഇത് ഒരിക്കലും ക്രൈസ്തവന് ഭൂഷണമല്ല. ക്രിസ്തീയമായ നിലപാടുകൾക്ക് വിരുദ്ധമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം എന്നുള്ളത് ഓർപ്പിക്കട്ടെ. ഈ കുടുംബ ബന്ധത്തിൽ നിന്ന്, ദൈവസാമീപ്യത്തിൽ നിന്ന് അകന്നു പോകുന്ന ഇവൻ്റെ അനന്തര അവസ്ഥയെന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമത് അനിയന്ത്രിതമായ സ്വാതന്ത്ര്യം. 2 പണം മുഴുവൻ അവൻ ധൂർത്തടിച്ചു എന്നുള്ളത്. 3 താൽക്കാലിക മോഹങ്ങളെല്ലാം നിറവേറി എന്നുള്ളത്. ഈ 3 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ എന്ന് നാം ചിന്തിക്കണം. അനിയന്ത്രിതമായ സ്വാതന്ത്ര്യം, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം ദൈവഹിതത്തിനനുസൃതമായി വിനിയോഗിക്കേണ്ടതിന് പകരം നമ്മുടെ സ്വാർത്ഥ സ്ഥാപിത താല്പര്യങ്ങൾക്കനുസൃതമായി വിനിയോഗിക്കുമ്പോൾ പാപവീഴ്ചയിലേക്ക് നാം അതിൻ്റെ പടുകുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. അതുപോലെ തന്നെ സാമ്പത്തികമായി നമുക്ക് നേട്ടമുണ്ടാകുമ്പോൾ, നമുക്ക് കഴിവുകളുണ്ടാകുമ്പോൾ, വളരെയധികം ദൈവത്തിന് പലവിധമായ തലനതകൾ നമുക്ക് തരുമ്പോൾ അതെല്ലാം ദൈവോന്മുഖമായ രീതിയിൽ പ്രയോഗിക്കേണ്ടതിന് പകരം അതിന് വിപരീതമായ രീതിയിൽ നാം അത് ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് വളരെയധികം ആഘാതമേൽപ്പിക്കുന്ന ഒന്നായി തീരുകയാണ്. നമ്മുടെ താൽക്കാലിക മോഹങ്ങളെല്ലാം തന്നെ നിറവേറുന്ന ഒരു സ്വാർത്ഥപരമായ ചിന്താഗതി നമ്മുടെ ക്രിസ്തീയ സാക്ഷ്യത്തിന് വിരുദ്ധമായി നിൽക്കുന്നു എന്ന് തിരിച്ചറിയുവാനും, ദൈവമേ അതിൽ നിന്ന് മാറി അവിടുത്തെ ഹിതാനുസ്വർത്തികളായി പരിണമിക്കുവാനുള്ള ആത്മബോധവും ആത്മധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഉള്ളുരുകി പ്രാർത്ഥിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹപ്രദമായി തീരുകയുള്ളൂ. ഇവൻ്റെ ഈ മുടിയൻ പുത്രൻ്റെ ഈ വിധമായ ജീവിതം കൊണ്ടുണ്ടായ അനന്തരഫലം എന്താണ്? ഒന്നാമത്, കഴിവുകളെല്ലാം നശിച്ച വ്യക്തിയായി ഇവൻ തീരുകയാണ്. അപ്പനോടുകൂടെ ഉണ്ടായിരുന്നപ്പം ധാരാളം കഴിവുകളുണ്ടായിരുന്നു, അപ്പനെ സഹായിച്ചിരുന്നു, അപ്പൻ്റെ സ്വത്തുകളെല്ലാം യഥാവിധി വിനിയോഗിക്കേണ്ടതിന് വേണ്ട സാഹചര്യങ്ങളും സാധ്യതകളും ആരായുകയും പ്രയോഗിക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം അവൻ നഷ്ടമായി, കഴിവുകളെല്ലാം നശിച്ചുപോയി. രണ്ടാമത്, അവൻ്റെ സ്വയത്തിൽ ആശ്രയിച്ച് ഹങ്കരിക്കുവാൻ
ഇടയായിത്തീർന്നു. പണമെല്ലാം കൂടുതൽ കിട്ടിയപ്പം അഹങ്കാരം കൂടി, കൂട്ടുകാരുമായിട്ട് ധൂർത്തടിച്ചു. ഈ അഹന്ത ബോധം മനുഷ്യനെ പൈശാചികമായ പ്രവർത്തനങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. ഋതുവാത്സല്യം ത്യജിച്ചവൻ ഇവിടെ അന്യന് അടിമയായി തീർന്നിരിക്കുകയാണ്. പിതാവിൻ്റെ സ്നേഹത്തിൽ വളർന്നവനാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ എല്ലാം സ്വത്തെല്ലാം കൊണ്ട് വിറ്റുമുടിച്ച് കൂട്ടുകാരുമായിട്ട് ചെലവഴിച്ച് ധൂർത്തടിച്ച് പാപജീവിതത്തിൽ ജീവിക്കുമ്പം ഇവൻ അന്യരുടെ അടിമയായി പരിണമിക്കുകയാണ്. ഇത്രമാത്രം ഹീനമായൊരു അവസ്ഥയിലേക്ക് അവൻ ഇറങ്ങിപ്പോവുകയാണ്. പിതാവുമായുള്ള സ്നേഹബന്ധത്തിൽ എത്രമാത്രം ഐശ്വര്യപൂർണ്ണമായി ജീവിച്ച വ്യക്തിയാണ്, മഹത്വപൂർണ്ണമായി ജീവിച്ച വ്യക്തിയാണ്. ഇപ്പോൾ ഇതാ മറ്റുള്ള കൂട്ടുകാരുമായുള്ള ബന്ധത്തിൽ, അന്യരുമായുള്ള ബന്ധത്തിൽ അടിമയായി തീർന്നിരിക്കുന്ന വ്യക്തിയാണ് ഈ മുടിയൻ പുത്രനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യഹൂദന്മാർക്ക് പന്നികൾ എന്നുള്ളത് നിഷിദ്ധമായൊരു സംഗതിയാണ്. ഈ പന്നികളെ മേയ്ക്കുന്ന അവസ്ഥയിലേക്ക് അവൻ ആയിത്തീരുകയാണ്. എത്രമാത്രം താണ നിലവാരത്തിലേക്ക് അവൻ ഇറങ്ങിപ്പോയി എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോരോ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും നമ്മെ കൂടുതൽ സ്വാധീനിക്കുമ്പോൾ നമ്മൾ ഇറങ്ങിപ്പോകുന്ന വഴി ഏറ്റവും മ്ലേച്ഛമായിരിക്കുന്ന അനുഭവത്തിലാണ് എന്നുള്ളത് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. അനേകം അടിമകൾക്ക് മൃഷ്ടാന ഭോജനം നൽകിയവൻ ഇന്ന് വിശപ്പ് മൂലം പന്നികളുടെ തവിട് തീറ്റ് കഴിയുകയാണ്. ഇത് എത്രമാത്രം ദുഃഖകരമായ ഒരു സംഗതിയാണെന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രതികൂല പരിസ്ഥിതികൾ അവനെ ബുദ്ധിയുള്ളവനാക്കി തീർക്കുകയാണ്. അവൻ്റെ സ്വത്തുകളെല്ലാം നഷ്ടപ്പെട്ടു. തനിക്ക് സ്വയമായി നിൽക്കാനുള്ള സാധ്യതകൾ ഇല്ലാതായി. മറ്റുള്ളവരാൽ അപമാനിതനായി, അവഹേളിതനായി. ഈ സന്ദർഭത്തിൽ അവന് ബുദ്ധി ഉദിക്കുവാൻ തക്കവണ്ണമുള്ള സാധ്യത തെളിയുകയാണ്. പലപ്പോഴും നമുക്ക് പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ബുദ്ധി ഉദിക്കുന്നത്. അനുകൂല സാഹചര്യം ഉള്ളപ്പോൾ ഏത് വഴിയും പോകും, എന്തും ചെയ്യും, എന്തും പറയും. ഇതിനൊന്നും നമുക്ക് യാതൊരു തടസ്സമില്ല. എന്നാൽ പ്രതികൂല സാഹചര്യം വരുമ്പോൾ ചിന്തിക്കാൻ തുടങ്ങും, എടാ ഇത് ശരിയായില്ലല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ മനുഷ്യന് അതുവരെയും അവൻ്റെതായ മാർഗം അവലംബിച്ച് പോകും. പ്രതികൂല സാഹചര്യങ്ങൾ വന്നപ്പോൾ ഇവനും അവനെ തന്നെ ഒന്ന് കാണുവാൻ, അവൻ്റെ ബുദ്ധി ഉദിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ജീവിതത്തിലെ പ്രതികൂലങ്ങൾ മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് വിളിക്കുന്ന ആഹ്വാനമായി കാണുന്നതാണ്. ഇതിന് പറയുന്ന പേരാണ് സുബുദ്ധി എന്ന് പറയുന്നത്. ജീവിതത്തിലെ പ്രാതികൂല്യങ്ങൾ മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് വിളിക്കുന്ന ആഹ്വാനമായി കാണുന്നതാണ് സുബുദ്ധി, നല്ല ബുദ്ധി എന്ന് പറയുന്നത്. ഇവിടെ ഈ മുടിയൻ പുത്രന് നല്ല ബുദ്ധി ഇപ്പോൾ ഉദിക്കുകയാണ്. ഈ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരവസരമായി നാമും ഈ ധ്യാനത്തിൽ, ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതാണ്. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നമ്മിൽ നിന്ന് വന്നുപോയ ബലഹീനതകളും വീഴ്ചകളും പാപങ്ങളും ദൈവഹിതമല്ലാത്ത എന്തും അതിൽ നിന്ന് വിട്ടുതിരിഞ്ഞ് ദൈവത്തിന് അനുകൂലമായ രീതിയിൽ പ്രതികരിക്കുവാനും ജീവിക്കുവാനും തക്കവണ്ണം സാധിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് ഈ മുടിയൻ പുത്രൻ വന്നതുപോലെ നമുക്കും വരുവേണ്ടിയിരിക്കുന്നു എന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ട വിഷയമാണ്. ആരെത്ര നിർബന്ധിച്ചാലും ഒരു വ്യക്തിയിൽ നടക്കാത്ത കാര്യം വ്യക്തിയുടെ തന്നെ തീരുമാനം മൂലം സ്വയമായി നടക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പലരും പല രീതിയിൽ നമ്മളെയൊക്കെ ഗുണദോഷിക്കാം, ഉപദേശിക്കാം, പക്ഷെ ഒന്നും നമ്മൾ ചെവിക്കൊള്ളുകയില്ല. പക്ഷേ സ്വയമായി നാം തന്നെ നിർബന്ധിതമായി ആ ഒരു അവസ്ഥയിലേക്ക് വരുവാൻ തക്കവണ്ണമുള്ള തീരുമാനം വരുമ്പം എല്ലാം ശുഭമായി തീരും. ഇവിടെ മുടിയൻ പുത്രനും അതാണ് സംഭവിച്ചത്. അവനെ പലരും ഗുണദോഷിച്ച് കാണും, പക്ഷെ അതൊന്നും അവൻ ഏറ്റില്ല. ഇപ്പോൾ സ്വയമായി അവൻ ഒരു പ്രകാശത്തിലേക്ക്, വെളിച്ചത്തിലേക്ക്, ബുദ്ധിയിലേക്ക് വരികയാണ്. അവനെടുക്കുന്ന തീരുമാനങ്ങൾ അവനവിടെ വയ്ക്കുകയല്ല, അത് ഉടൻ തന്നെ പ്രായോഗികമാക്കുവാൻ തക്കവണ്ണം അവന് ഇടയാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്ന വലിയൊരു വസ്തുത.
അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് നമ്മുടെ വീഴ്ചകളെക്കുറിച്ചുള്ള ബോധമുണ്ടായി പ്രായോഗികമായ രീതിയിൽ നമുക്ക് തീരുമാനങ്ങൾ ഉടൻ പ്രായോഗികമാക്കി തീർക്കാൻ തക്കവണ്ണമുള്ള ഒരു അദമ്യമായ ആഗ്രഹം നമുക്കുണ്ടാവണം. പല പരിശുദ്ധന്മാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന വസ്തുത ഇതാണ്. അഗസ്തീനോസിൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്, പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്, അങ്ങനെ പല പരിശുദ്ധന്മാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അവർ പെട്ടെന്ന് ആ തീരുമാനം എടുക്കുന്നത്. പൗലോസിന് ദർശനമുണ്ടായ ഉടൻ തന്നെ സമയം മാറ്റിവെച്ചില്ല, അവിടെ വെച്ച് തന്നെ മാനസാന്തരപ്പെടുകയാണ്. അവൻ പുതിയ തീരുമാനത്തിലേക്ക് വരികയാണ്. ഇപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ തീരുമാനത്തിലേക്ക് വരുവാൻ തക്കവണ്ണം നമുക്കും ഇടയാകണം. തീരുമാനത്തിന് മാറ്റിവെക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് ഉണ്ടാകാൻ ഇടയാകരുത്. ആ നിമിഷം ഇപ്പോൾ തന്നെയാണ്. തെറ്റിൽ നിന്ന് ശരിയിലേക്ക് വരുവാൻ, പാപത്തിൽ നിന്നും വിശുദ്ധമായ ജീവിതത്തിലേക്ക് വരുവാൻ, അപകടകരമായ നിലപാടുകളിൽ നിന്ന് അനുഗ്രഹകരമായ നിലപാടിലേക്ക് മാറുവാൻ നമുക്ക് സമയമില്ല. ഇപ്പോൾ തന്നെയാണ് ആ സമയം. ഒരു തീരുമാനത്തിലേക്ക് വരുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. ആ ഒരു മാറ്റമാണ് അനുതാപം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വിഷയവും അനുതാപമായിരുന്നുവല്ലോ. അനുതാപം എന്താണ്? അനുതാപം എന്നുള്ളത് നാം ചിന്തിക്കേണ്ട വിഷയമാണ്. അനുതാപത്തിൻ്റെ മൂലാർത്ഥം ഒരു വസ്തുത ഗ്രഹിച്ച ശേഷം വ്യത്യസ്തമായി ചിന്തിക്കുക എന്നാണ്. ഒരു വസ്തുത ഗ്രഹിച്ച ശേഷം വ്യത്യസ്തമായി ചിന്തിക്കുക, അതാണ് അനുതാപത്തിൻ്റെ അർത്ഥം. ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നവനാണെന്നുള്ള വസ്തുത ഗ്രഹിച്ച ശേഷം ഞാൻ ദൈവത്തിലേക്ക് തിരിച്ചു ചെല്ലും എന്നുള്ള തീരുമാനമാണ് അനുതാപം എന്നുള്ളത്. ഈ ഒരു വസ്തുതാഗ്രഹണം നമുക്ക് ആദ്യം വേണം. ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നവനാണെന്നുള്ള ബോധം. ഇനി ഞാൻ ദൈവത്തിലേക്ക് തിരിച്ചു ചെല്ലും എന്ന് തീരുമാനിക്കാൻ സാധിക്കണം. അതാണ് നമ്മൾ ഈ ഉടിയൻപുത്രൻ്റെ ജീവിതത്തിലൂടെ ഇതുവരെയും പറഞ്ഞുകൊണ്ടിരുന്നത്. മലാഖി പ്രവചനം 3-7 വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടന്നിരിക്കുന്നു. എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവീൻ, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് മടങ്ങി വരാം. ദൈവം അരുളി ചെയ്യുകയാണ്, മക്കളെ നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരാം. ഈ പ്രവാചകൻ്റെ ഈ യഹോവയാം ദൈവത്തിൻ്റെ ആഹ്വാനത്തോട് അനുകൂലമായി പ്രതികരിക്കുവാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. സുവിശേഷപരമായ അനുതാപത്തിൽ 4 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഒന്ന്, ഒരുവൻ്റെ പാപബോധവും കുറ്റബോധവും അതിൽ ഉൾക്കൊള്ളുന്നു. ഒരുവൻ്റെ പാപബോധവും കുറ്റബോധവും 51 സങ്കീർത്തനം 4 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകളെ ഞാൻ ചെയ്തു എന്ന്. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു പാപബോധവും കുറ്റബോധവും ആഴമായിട്ടുണ്ടാകാൻ ഇടയാവണം. ഈ ധ്യാനം മുഖാന്തരമായി നമുക്കുണ്ടാകേണ്ട ഒന്നാമത്തെ കാര്യം അതാണ്. പാപബോധവും കുറ്റബോധവും നമുക്ക് ഉണ്ടാകാൻ തക്കവണ്ണം സാധിക്കുക. അനുതാപി കുറ്റബോധമുള്ളവനും അശുദ്ധിയെപ്പറ്റി ഉള്ള ബോധമുള്ളവനും ആകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവത്വത്തിലേക്ക് തിരിയുവാനുള്ള ആന്തരിക പ്രേരണ അവനുണ്ടാകുന്നത്. ഈ ഒരു ആന്തരിക പ്രേരണ ഉണ്ടാകണമെങ്കിൽ ഈ 2 കാര്യങ്ങൾ ഉണ്ടാകണം. പാപബോധവും കുറ്റബോധവും നമുക്കുണ്ടാവണം. ദൈവമേ, എൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ നീ തള്ളിക്കളയരുത് എന്ന് നിലവിളിക്കുവാൻ തക്കവണ്ണം സാധിക്കണം. അപ്രകാരം ദൈവത്തിലേക്ക് തിരിഞ്ഞ് ദൈവവുമായി ജീവിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. രണ്ടാമത്, ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ കരുണ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അനുതാപത്തിൻ്റെ രണ്ടാമത്തെ കാര്യം, ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ കരുണ മനസ്സിലാക്കുന്നു. അനുതാപം പാപബോധം മാത്രമല്ല, ദൈവകരുണയുടെ പ്രവൃത്തി കൂടിയാണ്. അനുതാപം എന്നുള്ളത് പറയുന്നത് പാപബോധം മാത്രമല്ല, ദൈവകരുണയുടെ പ്രവൃത്തി കൂടിയാണ്. ദൈവകരുണ കൂടാതെ യഥാർത്ഥ അനുതാപം ഒരിക്കലും സാധ്യമല്ല. ദൈവത്തിൻ്റെ കരുണ അനിവാര്യമാണ്. ദൈവം കരുണ ചൊരിയുമ്പോൾ മാത്രമേ, ദൈവത്തിൻ്റെ കൃപ ലഭിക്കുമ്പോൾ മാത്രമേ, ദൈവപ്രേരണയും പ്രചോദനവും ലഭിക്കുമ്പോൾ മാത്രമേ നമുക്ക് അനുതാപത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ മാത്രമുള്ള ആഗ്രഹം കൊണ്ടും പരിശ്രമം കൊണ്ടും സാധ്യമാവുകയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി നാം ഉള്ളുരുകി പ്രാർത്ഥിക്കണം. മൂന്നാമതായി, പാപത്തോടുള്ള യഥാർത്ഥ വെറുപ്പ് നമുക്കുണ്ടാകണം.
നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകളും സംഭവിച്ച പരാജയങ്ങളും നമ്മുടെ മ്ലേച്ഛതകളും എല്ലാം തന്നെയും ഇതിനോടൊക്കെ ഒരു വെറുപ്പ് നമുക്കുണ്ടാകണം. യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു എന്ന്. ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. ഈ പാപത്തോടുള്ള വെറുപ്പ് അർത്ഥപൂർണമായി ആവിഷ്കരിതമായ ഒരു വ്യക്തിത്വമാണ് യോബ്. യോബിനെ പോലെ നമുക്കും നമ്മെ പാപത്തെ വെറുക്കുവാൻ തക്കവണ്ണം സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവണം. നാലാമതായി, ദൈവകൽപ്പനയുടെ വഴിയിൽ ദൈവത്തോടു കൂടെ നടന്ന് വിശുദ്ധ ജീവിതത്തിനായി നിരന്തരമായി പരിശ്രമത്തിൽ ആയിരിക്കണം. ദൈവകൽപ്പനയുടെ വഴിയിൽ ദൈവത്തോടു കൂടെ നടന്ന് വിശുദ്ധ ജീവിതത്തിനായി നിരന്തരമായി പരിശ്രമിക്കണം. ദൈവത്തോട് കൂടെ വസിക്കുകയും ദൈവത്തോടു കൂടെ നടക്കുകയും ദൈവവഴിയിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുമ്പോൾ ജീവിത വിശുദ്ധിയുടെ അനുഭവത്തിൽ വളരുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. അപ്രകാരം ദൈവമേ, ഞങ്ങളുടെ ഈ ലോക ജീവിതത്തിൽ തിന്മയായ മാർഗങ്ങൾ അവലംബിച്ച് മുന്നേറുന്ന സാഹചര്യങ്ങളും സാധ്യതകളുമുള്ള ഈ ലോകത്തിൽ ഞങ്ങളെ നന്മയുടെ നല്ല പ്രസരണങ്ങളായി പരിണമിക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അനുതാപം എന്ന് പറയുന്നത് എന്തല്ല എന്നുകൂടി നാം മനസ്സിലാക്കണം. ചിലർക്ക് അനുതാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രായശ്ചിത്തം ആണെന്നുള്ള ചിന്തയുണ്ട്. അനുതാപം പ്രായശ്ചിത്തം അല്ല. പാപം ചെയ്ത ശേഷം അതിന് പ്രതിവിധിയായി എന്തെങ്കിലും ചെയ്ത് ഒരു പ്രായശ്ചിത്തം നടത്തുക, അതാണ് അനുതാപം എന്നുള്ള ചിന്തയുണ്ട്. അതല്ല. അതുപോലെ തന്നെ അനുതാപം എന്ന് പറയുന്നത് പശ്ചാത്താപമോ മനസാക്ഷിക്കുത്തോ അല്ല. പശ്ചാത്താപമോ മനസാക്ഷിക്കുത്തോ അല്ല അനുതാപം എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും ചിന്തയിൽ വരുന്നൊരു കാര്യമാണ്. പിന്നെ അല്പം പശ്ചാത്തപിച്ചാൽ, മനസാക്ഷിക്കുത്തുണ്ടായാൽ അനുതാപമായി എന്നുള്ള ചിന്ത. യൂദാ പശ്ചാത്തപിച്ചവനാണ്, പക്ഷെ എന്തു പറ്റി? തൂങ്ങിച്ചായേണ്ടി വന്നു. അപ്പോൾ അവിടെ പശ്ചാത്താപം കൊണ്ട് മാത്രം കാര്യമില്ല. മൂന്നാമത്, അനുതാപം നിന്ദനമല്ല. പാപം ചെയ്തിട്ട് സ്വയം നിന്ദിക്കുക, ഞാനിങ്ങനെ ആയിപ്പോലോ, എൻ്റെ ഗതികേട് ഇങ്ങനെ ആയി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് നിന്ദിക്കുക, സ്വയം നിന്ദിക്കുക. ഇതല്ല അനുതാപം. അതുപോലെ തന്നെ അനുതാപം പാപത്തെക്കുറിച്ചുള്ള സങ്കടമല്ല. പാപം ചെയ്ത ശേഷം സങ്കടപ്പെടുക, ഞാനിങ്ങനെ ചെയ്തു പോയല്ലോ, എൻ്റെ ദൈവമേ ക്ഷമിക്കണമേ എന്ന് പറയുന്നതല്ല അനുതാപം എന്ന് പറയുന്നത്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം അനുതാപത്തിൽ ഉൾക്കൊള്ളുന്ന കാര്യവുമാണ്. ഇതോരോന്നും അല്ല എന്ന് പറയുമ്പോൾ തന്നെ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന കാര്യം കൂടിയാണ് അനുതാപം. എന്നാൽ അനുതാപം എന്നാൽ എന്താണ്? യഥാർത്ഥ അനുതാപം എന്നത് എവിടെ നിന്ന് മാറ്റപ്പെട്ടുവോ ആ ആദിയിലേക്കുള്ള തിരിച്ചെത്തലാണ് അനുതാപം. ദൈവത്തിൽ നിന്ന് നാം മാറ്റപ്പെട്ടു, ദൈവത്തിൽ നിന്ന് നാം മറുതലിച്ചു പോയി, ആ ദൈവത്തിലേക്കുള്ള തിരിച്ചുവരവാണ് അനുതാപം. മുമ്പ് ഞാൻ ഓർപ്പിച്ചതാണ്. ദൈവത്തിൽ നിന്ന് അകന്ന ആത്മാവിൻ്റെ അടങ്ങാത്ത ആഗ്രഹമാണ് അനുതാപം. ഈ ഒരു അടങ്ങാത്ത ആഗ്രഹം, ദൈവമേ നിന്റെ സന്നിധിയിൽ നിന്ന് ഞാൻ തെറ്റിപ്പോയി എന്നുള്ള ഹൃദയപൂർവമായ വിചാരവും ചിന്തയും നമ്മെ ദൈവസന്നിധിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ തക്കവണ്ണം പ്രാപ്തമാക്കി തീർക്കണം. പാപം ദൈവവുമായുള്ള കലഹമാണ് എങ്കിൽ അനുതാപം ദൈവത്തോടുള്ള അനുരഞ്ജനമാണ്. പാപം ദൈവത്തോടുള്ള കലഹമാണ് എങ്കിൽ അനുതാപം ദൈവവുമായുള്ള അനുരഞ്ജനമാണ്. അനുരഞ്ജനം മാത്രമല്ല, അതിലൂടെ ദൈവം തിരിച്ചു വന്ന് മനുഷ്യഹൃദയങ്ങളിൽ വസിച്ച് അതിനെ സ്വർഗമാക്കി തീർക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നടക്കുകയാണ്. അനുതപിക്കുന്ന വ്യക്തിയിൽ ദൈവം വരുന്നു, ഹൃദയത്തിൽ ദൈവം വസിക്കുന്നു, ദൈവം അവനെ ഭരിക്കുന്നു, ദൈവികമായ നിലപാടുകളിലേക്ക് അവനെ നയിക്കുന്നു. ഈ ഒരു വലിയ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാൻ തക്കവണ്ണം ഇടയായിത്തീരണം. അതുപോലെ തന്നെ അനുതാപം എന്ന് പറയുന്നത് ആത്മീയ ഉണർവാണ്. അനുതാപം ഒരു വ്യക്തി അവനിലേക്ക് തന്നെ വരികയാണ്. മുടിയൻ പുത്രൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവന് സുബോധം വന്നിട്ട് എന്നവിടെ പറയുന്നുണ്ട്. ഇംഗ്ലീഷിൽ പറയുന്നത് ഹി കെയിം ടു ഹിംസെൽഫ്, അവനിലേക്ക് തന്നെ വന്നു എന്നാണ്. അതാണ് ശരിയായിട്ടുള്ളത്. അവനിലേക്ക് തന്നെ വന്നു. അവനിലേക്ക് വന്നപ്പോൾ അവന് മനസ്സിലായി, ഞാൻ ഏറ്റവും മ്ലേച്ഛനായ വ്യക്തിയാണ്, പാപിയാണ്, ദോഷിയാണ്, പിതാവിൽ നിന്ന് അകന്നുപോയവനാണ് എന്നുള്ള ആ ഒരു ചിന്തകളൊക്കെ അവൻ്റെ ഉള്ളിൽ വരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അഹംബോധം മാറി ആത്മബോധത്തിലേക്ക് അവൻ വരികയാണ്. അഹംബോധത്തിൽ നിന്ന് ആത്മബോധത്തിലേക്കുള്ള പരിണാമമാണ് മുടിയൻ പുത്രനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
അനുതാപം എന്ന് പറയുന്ന മരണത്തിൽ നിന്ന് ജീവനിലേക്കുള്ള മാറ്റമാണ്. അതിക്രമങ്ങളാൽ മരിച്ചവരായ നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു എന്ന് നാം വായിക്കുന്നു. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം. അതിക്രമങ്ങളാൽ മരിച്ച് നമ്മെ ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിച്ചു. അനുതാപം മരണത്തിൽ നിന്നും ജീവനിലേക്കുള്ള മാറ്റമാണ്. വിശുദ്ധ അഗസ്തീനോസ് പറയുന്ന ഒരു വാചകമുണ്ട്: അനുതാപം ദൈവത്തെ സ്നേഹിക്കുന്നതിനായി ദൈവം പാപികൾക്ക് നൽകുന്ന പുതിയതും വിശുദ്ധവുമായ ഹൃദയമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അനുതാപം ദൈവത്തെ സ്നേഹിക്കുന്നതിനായി ദൈവം പാപികൾക്ക് നൽകുന്ന പുതിയതും വിശുദ്ധവുമായ ഹൃദയമാണ് എന്ന്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നു: ഞാൻ പുതിയൊരു ഹൃദയം നിങ്ങൾക്ക് തരും, പുതിയൊരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. ഇങ്ങനെ പുതിയ ഹൃദയവും പുതിയ ആത്മാവും ലഭിച്ചവരായി അനുതാപത്തിൻ്റെ അനുഗ്രഹകരമായിരിക്കുന്ന അവസ്ഥയിലേക്ക് പരിണമിക്കുവാൻ തക്കവണ്ണം ദൈവമേ ഇടയാക്കണമേ എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. മറ്റൊന്ന്, അനുതാപം പാപത്തിൻ്റെയും സാത്താൻ്റെയും അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. അനുതാപം എന്ന് പറയുന്നത് പാപത്തിൻ്റെയും സാത്താൻ്റെയും അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. നമ്മിൽ കർത്താവിൻ്റെ പ്രവർത്തനം കൂടാതെ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ നമുക്ക് കഴിയുകയില്ല. സ്വാതന്ത്ര്യം എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? സ്വന്തമായ തന്ത്രം ഉപയോഗിക്കുന്ന സ്വാതന്ത്ര്യം. അതാ മുടിയമ്പുത്രന് അപകടം പറ്റിയതാ. സ്വന്തമായ തന്ത്രം. പിതാവിൻ്റെ കയ്യിൽ നിന്ന് തനിക്കുള്ള ഓഹരി മുഴുവൻ വാങ്ങിച്ച് വിറ്റുമുടിച്ച് സന്തോഷമായി ജീവിച്ച് ഒടുവിൽ പരാധീനതയിലേക്ക് വന്നു. അവന് സ്വന്തമായ തന്ത്രമായിരുന്നു. അത് സ്വാതന്ത്ര്യമല്ല. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മളൊക്കെ വിചാരിക്കുന്ന സ്വന്തമായ തന്ത്രം ഉപയോഗിക്കുന്ന എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നതാണെന്നാണ്. അത് സ്വാതന്ത്ര്യമല്ല. പിന്നെ എന്താ സ്വാതന്ത്ര്യം? നന്മതിന്മകളെ തിരിച്ചറിയുവാനും തിരിച്ചറിഞ്ഞിട്ട് നന്മയെ തിരഞ്ഞെടുത്ത് നന്മയെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുന്നതിന് പറയുന്ന പേരാണ് സ്വാതന്ത്ര്യം. നന്മതിന്മകളെ വിവേചിച്ചറിയാൻ സാധിക്കണം. നന്മതിന്മകളെ വിവേചിച്ചറിഞ്ഞിട്ട് നന്മയെ തിരഞ്ഞെടുത്തതിനെ അന്വർത്ഥമാക്കണം. അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയാൻ സാധിക്കും. അപ്രകാരമുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് ആവശ്യം. അല്ലാതെ നമ്മുടെ സ്വന്തമായ തന്ത്രം ഉപയോഗിക്കുന്നത് സ്വാതന്ത്ര്യമായി ഗണിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുവന്നെത്തിക്കും എന്നുള്ളത് സംശയമറ്റ സംഗതിയാണ്. ആകയാൽ ദൈവഹിതപ്രകാരമുള്ള ചിന്തയും ആലോചനയും നന്മ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണമുള്ള വിവേചനവും നമുക്ക് സ്വായത്തമാക്കുവാൻ ദൈവമേ അവിടുത്തെ കൃപ മൂലം ഞങ്ങളെ സഹായിക്കണമേ, അവിടുത്തെ ആത്മാവിനെ ഞങ്ങളെ സഹായിക്കണമേ എന്ന ദൈവത്തോട് പ്രാർത്ഥിക്കണം. മറ്റൊരു കാര്യം ഓർപ്പിക്കാനുള്ളത്, അനുതാപം ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി പാപത്തെ ഉപേക്ഷിക്കുന്നതാണ്. ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി പാപത്തെ ഉപേക്ഷിക്കുന്നതാണ് അനുതാപം. ദൈവത്തെ എത്രമാത്രം നാം സ്നേഹിക്കുന്നുണ്ടെന്ന് ചിന്തിച്ചാൽ കൊള്ളാം. എന്തെല്ലാം കൃപകൾ അനുസ്യൂതമായി കൃപകൾ ഒഴുക്കി തരികയാണ് നമുക്ക്. ഓരോ നിമിഷവും ഓരോ ദിവസവും എന്തെല്ലാം കൃപകളാണ് നമുക്ക് ലഭിക്കുന്നത്, എന്തെല്ലാം അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. നമ്മൾ ഓരോ നിമിഷവും ശ്വാസോച്ഛ്വാസം എടുക്കുന്നുണ്ട്. ഈ ശ്വാസോച്ഛ്വാസം എടുക്കുന്ന ഇപ്പോൾ ഒരു നിമിഷം പറയുക, നിന്റെ ശ്വാസം ഇനി എടുക്കേണ്ട എന്ന് കർത്താവ് വെച്ച് കഴിഞ്ഞാൽ തീർന്നില്ല, ഇവിടെ കൊണ്ട് തീർന്നില്ലല്ലേ. ആ ശ്വാസോച്ഛ്വാസം നാം അറിയാതെ തന്നെ നാം എടുത്തുകൊണ്ടിരിക്കുക, അതിനുള്ള കഴിവ് തന്നുകൊണ്ടിരിക്കുക, അതിനുള്ള കൃപ തന്നിക്കൊണ്ടിരിക്കുക. എന്നിട്ട് പോലും ഒരിക്കലെങ്കിലും ദൈവത്തിന് സ്തുതിയും സ്തോത്രം പറഞ്ഞവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? നാം പറയുകയല്ല. അത് നമ്മുടെ ജീവിതം അങ്ങനെയാണ്. ഓരോ നിമിഷവും ആയുസ്സിനെ തിരിച്ചറിയുന്ന ദൈവത്തിന് മുമ്പിൽ ഒരു സ്തുതി സ്തോത്രം പറയാൻ കഴിവില്ലാത്ത, ബോധമില്ലാത്ത വ്യക്തികളായി നാം പരിണമിച്ചിരിക്കുന്നു. എത്രമാത്രം അധപ്പതിച്ച ജീവിതമാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് ഒരു പുതിയൊരു ആവേശം നമുക്കുണ്ടാവണം. ഓരോ നിമിഷവും ജീവനെ തിരിച്ചറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ അടിമകളായി തീർന്നുകൊണ്ട് അവൻ്റെ ഹിതപ്രകാരം ജീവിച്ച് കർത്താവിനെ പോലെ ആയിത്തീരുന്ന ഒരവസ്ഥയിലേക്ക് വളരുവാൻ തക്കവണ്ണം സാധിക്കുന്ന ഒരു തീരുമാനബോധത്തിലേക്ക് നാം വരുന്നുവെങ്കിൽ എത്ര നന്നാകുമായിരുന്നു. അനുതാപം ദൈവത്തുള്ള സ്നേഹത്തെ പ്രതി പാപത്തെ ഉപേക്ഷിക്കുന്നതാണ്. ദൈവമേ, നിന്നോടുള്ള സ്നേഹത്തിൽ നിന്ന് അറ്റുപോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ നിലനിൽപ്പില്ല എന്നുള്ള ബോധം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നാം പ്രാർത്ഥിക്കണം. ദൈവസ്നേഹം ഓരോ നിമിഷം കഴിയും തോറും കൂടിക്കൊണ്ടിരിക്കണം. ദൈവത്തോടുള്ള സ്നേഹം ഈ ലോകത്തിലുള്ള സ്നേഹമല്ല, നമ്മുടെ ബന്ധുമിത്രാദികളോടോ മക്കളോടോ സ്നേഹമല്ല. പ്രഥമമായി ദൈവത്തെ അതിരറ്റ് സ്നേഹിക്കുന്ന, അകതാരിൽ സ്നേഹിക്കുന്ന, ആഴമായി സ്നേഹിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് വരുവാൻ സാധിക്കുമ്പോൾ മാത്രമേ ക്രൈസ്തവ ജീവിതം ധന്യമാകുകയുള്ളൂ, ക്രൈസ്തവ സാക്ഷ്യം അർത്ഥപൂർണ്ണമാകുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണമെന്നുള്ളത് ഓർപ്പിക്കട്ടെ. ദൈവത്തോടുകൂടെ ദൈവകൽപ്പനയും ദൈവരാജ്യവും എന്നിവയോടുള്ള നമ്മുടെ സ്നേഹത്തെ പ്രതിയുള്ള ആ ഒരു ചിന്തകൾ നമുക്ക് എപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. ദൈവകൽപ്പന അനുസരിക്കുക, ദൈവരാജ്യത്തിൻ്റെ പ്രജയായി പരിണമിക്കുക എന്നുള്ള ചിന്ത നമ്മളെപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കണം.
മറ്റൊരു കാര്യം ഓർപ്പിക്കാനുള്ളത്, മനസ്സാക്ഷിയുടെ കരച്ചിലാണ് അനുതാപം. മനസ്സാക്ഷിയുടെ കരച്ചിലാണ് അനുതാപം. ആഴമായ ദുഃഖത്തോടെ പഴയ സ്ഥിതിയിൽ നിന്നുമുള്ള പിന്മാറ്റവും പാപത്തോടുള്ള ലജ്ജയും വെറുപ്പുമാണ് അനുതാപം. മനസ്സാക്ഷിയിൽ കുത്തുണ്ടാകണം. നമ്മുടെ മനസ്സാക്ഷി നമ്മെ ഒന്ന് വേദനിപ്പിക്കണം. തിന്മയായ മാർഗത്തിൽ, തെറ്റായ മാർഗത്തിലാണ് ഞാൻ ഇന്ന് എന്നുള്ള ചിന്ത, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രമാണങ്ങൾ, നമ്മുടെ മൂല്യങ്ങൾ, കാഴ്ചപ്പാടുകൾ, സംസാര രീതി, സ്വഭാവം, ആളുകളുമായുള്ള നമ്മുടെ പെരുമാറ്റം, ഇതിലൊക്കെ ദൈവവുമായുള്ള ആഭിമുഖ്യം നിലനിർത്തിക്കൊണ്ട് എത്രമാത്രം സാധിക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ സമഗ്രമായൊരു മാറ്റമാണ് ആവശ്യം. ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ചിന്തകൾ, പ്രമാണങ്ങൾ, നമുക്ക് നമ്മുടേതായ ചില പ്രമാണങ്ങളുണ്ട്. അതിൽ നിന്ന് അണുവിട് പോവുകയില്ല. നമ്മുടെ പ്രമാണങ്ങൾ, അതുപോലെ മൂല്യങ്ങൾ, നമ്മുടേതായ കാഴ്ചപ്പാടുകൾ, നമ്മുടെ സംസാര രീതി. ചിലരുടെയൊക്കെ സംസാര രീതി കേട്ട് കഴിഞ്ഞാൽ വലിയ പരാധീനതയാണ്, കല്ലെടുത്തെറിയാൻ തോന്നും. അത്രമാത്രം അപകടകരമായ സംസാര രീതികൾ, അതൊക്കെ മാറേണ്ടിയിരിക്കുന്നു. ദുഷിച്ച സ്വഭാവങ്ങൾ എത്രമാത്രമുണ്ട്. പരസ്പരമുള്ള ബന്ധത്തിൽ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് നമ്മളുടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു വികലതയാണ്. ഒരു ഭിത്തിയുടെ അപ്പുറവും ഇപ്പുറം താമസിക്കുന്ന മനുഷ്യർ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത എത്രയോ ഭവനങ്ങളുണ്ട്. നമ്മളൊക്കെ ആ രീതിയിൽ കുറേ പേരെങ്കിലും ഇല്ല ഇവിടെ, ആരോടും സംസാരിക്കാതെ ജീവിക്കുന്നവർ. എന്തൊരു തെറ്റാണ്. സ്വന്തം കൂടപ്പിറപ്പുമായി യാതൊരു ബന്ധവുമില്ലാതെ, സംസർഗമില്ലാതെ ജീവിക്കുന്നത് ദൈവസന്നിധിയിൽ നാം ചെയ്യുന്ന വലിയ അപരാധമാണ്. ഒരു വ്യക്തിയെ നാം വെറുക്കുമ്പോൾ നാം വെറുക്കുന്നത് ആരെയാണ്? ദൈവത്തെയാണ്. കാരണം എന്താ? മനുഷ്യനെ സ്വന്തം സാദൃശ്യ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. നിങ്ങളിലും എന്നിലും ദൈവത്തിൻ്റെ സാദൃശ്യ സ്വരൂപം ഒരുപോലെയുണ്ട്, ഒരു വ്യത്യാസമില്ല. ഈ ആകാരമല്ല മനുഷ്യൻ, അകത്തെ മനുഷ്യനാണ് യഥാർത്ഥ മനുഷ്യൻ. നമ്മൾ ഈ ആകാരം കണ്ടുകൊണ്ട്, ഈ ശരീരം കണ്ടുകൊണ്ടാണ് പറയുന്നത്, ശത്രുതയും വിദ്വേഷവും പറയുന്ന ഈ ശരീരം കണ്ടുകൊണ്ടാണ്. വാസ്തവത്തിൽ നീ ചെയ്യുന്നത് അകത്തിരിക്കുന്ന ദൈവത്തോടാണ്. ഈ ശരീരം നാളെ കുഴിച്ചിടും, യാതൊരു സംശയമില്ല. നാളെ എന്നാൽ അനശ്വരമായി ജീവിക്കുന്ന അകത്തെ മനുഷ്യനുണ്ടല്ലോ, ദൈവം ആത്മാവ്, അവനെയാണ് ഈ പറയുന്നത് മുഴുവൻ. നീ പരിഹസിക്കുന്നതും കോപിക്കുന്നതും ദ്വേഷപ്പെടുത്തുന്നതും എന്ത് തിന്മ ഇതാലും അതെല്ലാം അകത്തെ മനുഷ്യനിലേക്കാണ് ചെല്ലുന്നത്. അകത്തെ മനുഷ്യയാണ് നീ ദ്രോഹിക്കുന്നത്, ഉപദ്രവിക്കുന്നത്, പരിഹസിക്കുന്നത്. ഈ ഒരു ചിന്ത നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ഉദിച്ചെന്ന് കൊള്ളമായിരുന്നു. ദൈവമേ, ജീവിതത്തിൽ വന്നുപോയ അപരാധങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ഉള്ളുരുകി പ്രാർത്ഥിക്കണം. മറ്റു കാര്യം അനുതാപത്തെക്കുറിച്ച് പറയാനുള്ളത്, ദൈവരാജ്യത്തിൻ്റെ വാതിൽ തുറക്കുന്ന സ്വർണ്ണത്താക്കോലാണ് അനുതാപം. സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ തുറക്കുന്ന സ്വർണ്ണത്താക്കോലാണ് അനുതാപം. അനുതാപമാകുന്ന താക്കോൽ കൊണ്ട് ദൈവരാജ്യത്തിൻ്റെ വാതിൽ തുറക്കുവാൻ നമുക്ക് കഴിയും. കാരണം അനുതാപം കൂടാതെ ഹൃദയത്തിൽ ദൈവം വാഴുന്നില്ല. അനുതാപമുള്ള ഹൃദയത്തിൽ മാത്രമേ ദൈവം വാഴുന്നുള്ളൂ. അനുതാപമില്ലാത്ത മ്ലേച്ഛമായ പാപപൂർണമായിരിക്കുന്ന ഹൃദയത്തിൽ ദൈവത്തിന് വാഴാൻ സാധിക്കുകയില്ല. ആകയാൽ പ്രിയമുള്ളവരെ, അനുതാപത്തിൻ്റെ അവസ്ഥയിലേക്ക് പരിണമിച്ച് മുന്നേറുവാൻ തക്കവണ്ണമുള്ള ഒരാഗ്രഹം നമ്മളിൽ ഉദ്ദീപ്തമാകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് നാം പ്രാർത്ഥിക്കണം. അവസാനമായ ഒരു കാര്യം കൂടി പറഞ്ഞ ഭാഗം വിടുകയാണ്. ദൈവത്തിൻ്റെ ക്ഷണത്തിന് മനുഷ്യവർഗം നൽകുന്ന മറുപടിയാണ് അനുതാപം. ദൈവത്തിലേക്കുള്ള ദൈവത്തിൻ്റെ ക്ഷണത്തിന് മനുഷ്യവർഗം നൽകുന്ന മറുപടിയാണ് അനുതാപം. ദൈവം നമ്മളെ എപ്പോഴും ക്ഷണിച്ചുകൊണ്ടിരിക്കുക. മോനെ, മകളെ, എൻ്റെ അടുക്കൽ വരിക. നീ എന്നിൽ നിന്ന് അകന്ന് ജീവിക്കുകയാണ്, നീ എൻ്റെ അടുക്കിലേക്ക് വരിക എന്ന് എപ്പോഴും മാടി വിളിക്കുന്നുണ്ട്. കേൾക്കാനുള്ള ചെവി നമുക്കില്ല എന്നുള്ളതേ ഉള്ളൂ. ആ മാടി വിളിക്കുന്ന സ്നേഹപൂർത്തിയായ പിതാവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് അടുത്തി എന്ന് അവനുമായുള്ള കൂട്ടായ്മയിൽ ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ദൈവശബ്ദത്തിന് മനസ്സാക്ഷിയുടെ മറുപടിയാണ് അനുതാപം. ഈ ദൈവശബ്ദത്തിന് മനസ്സാക്ഷി നൽകുന്ന മറുപടിയാണ് അനുതാപം എന്ന് പറയുന്നത്. ആകയാൽ അനുതാപത്തിൻ്റെ ഹൃദയ വായ്പോടെ നമുക്ക് ജീവിക്കുവാനും ദൈവസന്നിധിയിൽ തിരിച്ചു ചെന്ന് ദൈവവുമായുള്ള കൂട്ടായ്മയിൽ ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. മുടിയൻ പുത്രൻ്റെ ജീവിതത്തിലൂടെ അവൻ അനുതാപത്തിലേക്കൂടെ വന്നിരിക്കുകയാണ്. അനുതാപത്തിലേക്ക് വന്ന മുടിയൻ പുത്രൻ്റെ ജീവിതമാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സുബോധം വന്നിട്ട് അവിടെ പറയുന്നു, അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ്
അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. എന്നെ നിന്റെ മകനെന്ന് വിളിക്കുവാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാൽ ഒരുവനെ പോലെ എന്നെ ആക്കി തീർക്കണമേ എന്ന് അവൻ പറയുമെന്ന് തീരുമാനിക്കുകയാണ്. ഈ ഒരു തീരുമാനബോധം നമ്മൾക്ക് ഉണ്ടാകുവാൻ സാധിച്ചതെങ്കിൽ എത്രമാത്രം നന്നാകുമായിരുന്നു. പിതൃസന്നിധിയിൽ പറയുവാൻ കരുതി വെച്ച വാക്കുകളാണ് ഞാനിവിടെ വായിച്ചത്. എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് ഞാൻ കടന്നു ചെല്ലും എന്നുള്ള ആ ഒരു ചിന്ത. ഈ പിതാവ് എന്നെ എത്രമാത്രം എനിക്ക് ജനനം നൽകി, എന്നെ ജനിപ്പിച്ച് എന്നെ വളർത്തി, ഇത്രമാത്രം എന്നെ ഉയർത്തി. ആ പിതാവിനെ ഉപേക്ഷിച്ചാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ദൈവമാകുന്ന പിതാവാൻ ദൈവത്തെ ഉപേക്ഷിച്ച്, നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിനെ ഉപേക്ഷിച്ച് നാം നമ്മുടെ വഴിയിലൂടെ പ്രയാണം ചെയ്യുന്നുവെങ്കിൽ എത്രമാത്രം ഹീനമായൊരവസ്ഥയാണ് എന്ന് നാം സ്വയം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പിതാവിൻ്റെ അടുക്കൽ പുത്രസ്ഥാനത്ത് നിൽക്കേണ്ട ഓരോ വ്യക്തിയുമാണ് നമ്മളെന്നുള്ള ബോധം നമുക്കുണ്ടാവണം. ഞാൻ ദൈവത്തിൻ്റെ പുത്രനും പുത്രിയുമാണ്. ആ പിതാവിനോട് ചേർന്ന് നിൽക്കേണ്ടവനാണ്, പിതാവിനെ അനുസരിച്ച് നിൽക്കേണ്ടവനാണ്. പിതാവിൻ്റെ നിത്യപുത്രനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹകരമായ സാന്നിധ്യത്തിൽ ജീവിക്കേണ്ടവനാണ് ഞാൻ എന്നുള്ള ബോധം നമ്മളെ എപ്പോഴും ഭരിക്കണം. പുത്രസ്ഥാനത്ത് നിന്ന് അകന്നു പോയെങ്കിലും മാനസാന്തരം ലഭിച്ച പാപിക്ക് ആ സ്ഥാനം തിരികെ കിട്ടുന്ന വലിയൊരു പാഠമാണ് ഈ മുടിയൻ പുത്രനിലൂടെ നാം മനസ്സിലാക്കുന്നത്. നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരാണ് നമ്മളെന്നുള്ള ബോധം നമുക്കുണ്ടായെങ്കിൽ തീർച്ചയായും ആ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്നാൽ ദൈവം ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കുകയില്ല. നമ്മൾ എത്ര കൊടും പാപികളാണെങ്കിൽ പോലും, നമ്മൾ എത്ര മ്ലേച്ഛരാണെങ്കിൽ പോലും, നമ്മൾ എത്രമാത്രം സമൂഹത്തിൽ വഷളത്വം കാണിച്ചവരാണെങ്കിൽ പോലും ഒരിക്കലും നമ്മളെ ആരെയും ദൈവം, സ്നേഹമൂർത്തിയായ ദൈവം ഉപേക്ഷിക്കുകയില്ല. തൻ്റെ അടുക്കിലേക്ക് വരുന്നവരെ താൻ മാറോടണയ്ക്കും, യാതൊരു സംശയവുമില്ല. ആ പിതൃവാത്സല്യം അർത്ഥപൂർണമായി രുചിച്ചറിയുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. ദൈവമേ, സ്നേഹവാനായ ദൈവമേ, നിൻ്റെ അടുക്കിലേക്ക് പാപികളായി ഞങ്ങൾ ഓരോരുത്തരായി കടന്നു വരുന്നു. നീ ഞങ്ങളെ ആശ്ലേഷിച്ച് അംഗീകരിച്ച് നിൻ്റെ സ്നേഹത്തിൻ്റെ വലയത്തിൽ ഞങ്ങളെ ആക്കണമേ എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. പാവബോധം വന്ന ഒരു പാപിയുടെ ഏറ്റുപറച്ചിലാണ് ഈ മുടിയൻ പുത്രൻ്റെ പറച്ചിലൂടെ നാം കാണുന്നത്. പാപബോധം വന്ന പാപിയുടെ ഏറ്റുപറച്ചിൽ, അത് ഇവിടെ മുടിയൻ പുത്രൻ ഏറ്റുപറയുകയാണ്. പാപബോധം ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് പാപബോധം ഉണ്ടാകുമോ എന്നുള്ളതാണ് ചിന്ത. പാപബോധമില്ല എങ്കിൽ നമ്മൾ പൈശാചികത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകും, യാതൊരു സംശയമില്ല. ദൈവമേ, പാപബോധമുള്ള ഒരു ഹൃദയം, മനസ്സ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. പാപബോധമുള്ളവരായി പാപത്തോട് വിട പറയുവാൻ തക്കവണ്ണമുള്ള ഒരു സാധ്യത നമുക്ക് ഉണ്ടാവണം. പുത്രസ്ഥാന യോഗ്യത സ്വയം നഷ്ടപ്പെടുത്തിയെങ്കിലും കൂലിക്കാരനാകുന്ന നിലയിലെങ്കിലും എന്നെ അംഗീകരിക്കണമേ എന്നുള്ള മുടിയൻ പുത്രൻ്റെ അപേക്ഷ പിതാവ് അതിനേക്കാൾ ഉപരിയായി അംഗീകരിച്ച് അവനെ മാറോടണയ്ക്കുകയാണ്. ആ പിതാവ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ വലയത്തിനുള്ളിൽ നമുക്കുമായി തീരുവാൻ തക്കവണ്ണം ഇടയാകേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ സ്വർഗോന്മുഖമായ പ്രയാണത്തിന് അനിവാര്യമാണെന്നുള്ള വസ്തുത നാം ഓർക്കേണ്ടതാണ്. ആ ധൂർത്തപുത്രൻ അടിമത്തത്തിൽ നിന്ന് അരമനയിലേക്കുള്ള ആരോഹണത്തിലായി തീർന്നിരിക്കുകയാണ്. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അരമനയുടെ ആരോഹണത്തിലേക്കുള്ളവൻ്റെ കയറ്റമാണ് നമ്മളിവിടെ കാണുന്നത്, സ്വർഗീയമായ കരയേറ്റം. മഹാത്മാഗാന്ധി തൻ്റെ 13-ാം വയസ്സിൽ കൂട്ടുകാരുമൊത്ത് പണം ചെലവഴിച്ച് കടബാധ്യത വരുത്തിയപ്പോൾ അത് കടം വീട്ടുവാൻ വേണ്ടി സഹോദരൻ്റെ സ്വർണ്ണ ചെയിൻ കുറച്ച് മുറിച്ചെടുത്ത് കൊണ്ട് വിറ്റിട്ട് കടം വീട്ടി. ഇത് ഗാന്ധിയെ വല്ലാതെ വിഷമിപ്പിച്ചു, വളരെ ആകുലചിത്തനാക്കി. ഇതെങ്ങനെ പറയാതിരിക്കുന്നത് എങ്ങനെ? മനസാക്ഷിക്കുത്ത് വല്ലാണ്ടങ്ങായി. ഗാന്ധി ഒരു കാര്യം ചെയ്തു, ഒരു പേപ്പർ എടുത്ത് അതിലെഴുതി, ഞാൻ ഇപ്രകാരം ഒരു തെറ്റ് ചെയ്തു എന്ന് എഴുതി പിതാവിൻ്റെ കയ്യിൽ കൊണ്ടുകൊടുത്തു. നല്ലപോലെ വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. കൊണ്ടുകൊടുത്തു. പിതാവ് വായിച്ച ഉടനെ പിതാവിൻ്റെ കണ്ണിൽ നിന്ന് ധാരാളം കണ്ണുനീര് ഒഴുകാൻ തുടങ്ങി. മകൻ്റെ സത്യസന്ധത കണ്ടുകൊണ്ട് ഉള്ള ആ ഒരു വലിയ മാറ്റമാണ്. ഗാന്ധിയും കരയാൻ തുടങ്ങി. അപ്രകാരം ആ സമാഗമനത്തിൽ
അവിടെ ഗാന്ധിജി പറയുന്ന ഒരു വാചകം, അദ്ദേഹം അത് വായിച്ച് കണ്ണീർ മുത്ത് കവിളിൽ കൂടി ഒഴുകി പേപ്പറിൽ നനഞ്ഞു. 1 മിനിറ്റ് കണ്ണുകളടച്ച് അദ്ദേഹം ധ്യാന നിർനിമേഷനായി. അദ്ദേഹം എഴുന്നേറ്റിരുന്ന് വായിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹം വീണ്ടും കിടന്നു, കരഞ്ഞുകൊണ്ട് കിടന്നു എന്ന് ഗാന്ധിജി എഴുതിയിരിക്കുന്നു. ഈ ഒരു അനുഗ്രഹകരമായിരിക്കുന്ന അവസ്ഥ, തെറ്റ് നാം ചെയ്തുവെങ്കിൽ അനുദപിക്കുവാൻ, കണ്ണീരോടുകൂടി അത് ഏറ്റുപറയുവാൻ തക്കവണ്ണം സാധിക്കുന്ന ഈ ഒരു അവസ്ഥ നമുക്കുണ്ടാവണം. ഗാന്ധിജി അപ്രകാരമാണ് ചെയ്തത്. വാത്സല്യവാനായ പിതാവിൻ്റെ അടുക്കൽ കടന്നു ചെന്ന് താൻ ചെയ്ത തെറ്റ് ഓരോന്നായി ഏറ്റുപറഞ്ഞ് അനുഗ്രഹകരമായ ജീവിതത്തിൻ്റെ നല്ല പാത തുറക്കുവാൻ തക്കവണ്ണം ഗാന്ധിജിക്ക് സാധിച്ചു. ഈ ധ്യാനത്തിലൂടെ സാധാരണ ധ്യാനം നടക്കുന്നത് അതിന് കുമ്പസാരത്തിന് മുമ്പുള്ള ഒരു ധ്യാനമായിട്ടാണ് കണക്കാക്കുന്നത്. നിങ്ങളും കുമ്പസാരിക്കണം. ഇത്രയും പേര് കുമ്പസാരിക്കാനുള്ള സാധ്യത ഇവിടെ ഉണ്ടോ എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും സത്യകുമ്പസാരം നടത്തുമ്പോൾ ഗാന്ധിജിയെപ്പോലെ ഹൃദയം കലങ്ങി നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അനുഗ്രഹകരമായ രീതിയിൽ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പാവഭാരങ്ങൾ മുഴുവൻ ഇവിടെ ഇറക്കി വെച്ച് ചിത്രശലത്തെ പോലെ ചിറകടിച്ച് ഒരു വീട്ടിലേക്ക് പോകുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. പാവഭാരവും ഏറ്റുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ളവരെ അത് ഇടക്കി വെക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും ആനന്ദവും അവാച്യമാണ്, പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. അപ്രകാരം നല്ലൊരു കുമ്പസാരവും അനുഗ്രഹകരമായ കുർബാനാനുഭവത്തിൻ്റെയും വെളിച്ചത്തിൽ ഇവിടെ നിന്ന് പോകുവാൻ നമുക്കിടയായി തീരട്ടെ. ഇവിടെ പിതാവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന മുടിയൻപുത്രനെ പിതാവ് ആശ്ലേഷിച്ചു. ദൂരവേ വെച്ച് കണ്ടു, ഓടിച്ചെല്ലുകയാണ്. മകനെ ആശ്ലേഷിച്ച് കരവേലത്തിനുള്ള ആശ്രയിച്ച് കൊണ്ടുവരികയാണ്. പാപികളുടെ തിരിച്ചുവരവിനായി നോക്കിപ്പാർക്കുന്ന പിതാവാൻ ദൈവം. ഈ പിതാവ് അവൻ പോയ ദിവസം മുതൽ കാത്തിരിക്കുകയാണ്. എൻ്റെ മകൻ എപ്പോഴെങ്കിലും തിരിച്ചു വരും. അവൻ എപ്പോഴെങ്കിലും തിരിച്ചു വരാതിരിക്കുകയില്ല. നിർനിമേഷതയോടുകൂടി എല്ലാ ദിവസവും വീടിൻ്റെ ഉമ്മറത്ത് അവൻ നോക്കിയിരിക്കും. ഒരു ദിവസം കേൾക്കാം, ഇതാ മകൻ കടന്നു വരുന്നു എന്നുള്ള വാർത്ത. ആ പിതാവിനുണ്ടായ സന്തോഷം എത്രമാത്രമെന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. പിതാവ് ഓടിച്ചെല്ലുകയാണ്. നടക്കാൻ വയ്യ, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, എന്നിട്ടും ഓടിച്ചെല്ലുകയാണ് മകനെ ആശ്ലേഷിക്കുവാൻ. മകൻ്റെ കാഴ്ച, മകനെ കണ്ടാലോ ആകപ്പാട് വിരൂപനായിട്ട് മുഷിഞ്ഞ വസ്ത്രവും ധരിച്ച് ഒരു കോലമായ രീതിയിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ അവനെ കരവലയത്തിനുള്ളിൽ പിടിച്ചമർത്തി ആശ്ലേഷിക്കുകയാണ്. എന്തോ ഒരു വലിയ സ്നേഹമാണ് ആ പിതാവ് ആ പുത്രനോട് കാണിക്കുന്നത്. പാപികളുടെ തിരിച്ചുവരവിൽ സന്തോഷിക്കുന്നവനായ പിതാവാൻ ദൈവം. ആ പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരവലയത്തിനുള്ളിൽ നമുക്ക് വായിത്തരുവാൻ തക്കവണ്ണം നമ്മെ തന്നെ ഒന്ന് വിട്ടുകൊടുത്താൽ കൊള്ളാമായിരുന്നു. മേലങ്കി ധരിച്ച് അഹങ്കാരത്തോടെ പടിയിറങ്ങിയ മകൻ ഭഗ്നാശനായി കീറത്തുണിയോടുകൂടി തിരിച്ചു വരുന്ന കാഴ്ച പിതാവിൽ സ്നേഹവും വളരെ സന്തോഷവും ഉണ്ടാക്കി, അതേസമയം ദുഃഖവും ഉണ്ടാക്കി. അവൻ പോയപ്പം രാജകീയമായ രീതിയിലാണ് പോയത്. ഇപ്പോൾ തിരിച്ചു വന്നപ്പോഴോ കീറത്തുണി ചുറ്റി വെറും ഭിക്ഷക്കാരനെ പോലെ കടന്നു വരുന്നു. തിരിച്ചു വന്നതിലുള്ള സന്തോഷമുണ്ട്, ഇപ്രകാരം ആയുധ തരുന്നതിലുള്ള സന്താപവുമുണ്ട്. ഈ രീതിയിൽ ആ അപ്പൻ വാസ്തവത്തിൽ യഥാർത്ഥ സന്തോഷത്തോടുകൂടിയാണ് ഈ മകനെ സ്വീകരിക്കുന്നത്. അവനോട് മനസ്സലിവ് തോന്നി സ്വീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, എൻ്റെ സമയം കഴിയാനിരിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ പിതാവാം ദൈവത്തിൻ്റെ സ്വഭാവം നമ്മുടെ സ്വഭാവമായി ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. നമ്മുടെ ഭവനങ്ങളിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും തെറ്റിപ്പോയവർ പാപത്തിൻ്റെ പിടിയിലമർന്നോ അധാർമികമായും അധാർമികതയിലും അനാത്മികതയിലും ജീവിക്കുന്ന അനേകർ നമ്മുടെ ചുറ്റുമുണ്ട്. അവരെയൊക്കെ കാണുമ്പോൾ നമ്മൾ പരിഹാസത്തോടുകൂടി വീക്ഷിക്കും. അവരെക്കുറിച്ച് വല്ല വെറുവുറുക്കും തെറ്റുകളൊക്കെ പറയും, അവരെ ശകാരിക്കും ഒക്കെ ചെയ്യും. പക്ഷേ ഈ സ്നേഹവാനായ പിതാവ് അപ്രകാരമൊന്നും ചെയ്തില്ല. അവനെ മാറോട് ചേർത്ത് ആശ്ലേഷിക്കുകയാണ്. സ്നേഹവായ്പിൽ അവനെ കരുതുകയാണ്. ആ ഒരു കരുതലും സ്നേഹവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നെങ്കിൽ സമൂഹത്തിൽ എത്രമാത്രം വലിയതായ നിരപ്പിൻ്റെ അനുഭവം ഉണ്ടാകുമായിരുന്നു. നമ്മുടെ ഭവനത്തിൽ തന്നെയാണെങ്കിലും പള്ളിയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഈ ഒരു ഹൃദയവായ്പ്, സ്നേഹത്തിൻ്റെ ഹൃദയവായ്പ്, അതിലൂടെ ഉണ്ടാകുന്ന പാരസ്പര്യത, ഐക്യം,
അത് ഊട്ടിയുറപ്പിക്കാൻ തക്കവണ്ണം നമുക്ക് ഇടയായിത്തീരണം. എവിടെയെങ്കിലും അഭിഭ്രംശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ മനഃപൂർവ്വമായി ചെന്ന് ദൈവസ്നേഹത്തിൻ്റെ പേരിൽ, ദൈവസ്നേഹത്തിൻ്റെ പാരസ്പര്യതയിൽ എല്ലാവരുമായി രമ്യപ്പെടുവാൻ തക്കവണ്ണം സാധിക്കുന്ന ഒരനുഭവം നമുക്കുണ്ടാകേണ്ടത് കാലഘട്ടത്തിൻ്റെ കൂടി അനിവാര്യതയാണെന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇവിടെ പിതാവ് ഓടിച്ചെന്ന് ആശ്രയിച്ച് മകനെ സ്വീകരിച്ചു കൊണ്ടുവരുന്നു. ക്ഷമിക്കുന്നവനായ പിതാവിൻ്റെ അനുഭവം നമ്മളിവിടെ കാണുകയാണ്. ഈ പുത്രൻ എന്തുമായിട്ട് കൊടിയ പാപം ചെയ്തവനാണ്. പക്ഷേ അതൊന്നും കണക്കാക്കാതെ അവനോട് ക്ഷമിച്ച് അവനെ മേൽത്തരം അങ്കി ധരിപ്പിക്കുന്നു, മോതിരം കൊടുക്കുന്നു, ചെരുപ്പിടിയിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ്! എന്തൊക്കെയാണിതൊക്കെ? ഒന്നാമത് അങ്കി ധരിപ്പിക്കുന്നു. അങ്കി എന്ന് പറയുന്നത് മഹത്വത്തിൻ്റെ സൂചനയാണ്. വീണ്ടെടുപ്പിൻ്റെ അങ്കി, ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ അങ്കിയാണ് ധരിപ്പിച്ചിരിക്കുന്നത്. ദൈവികമായ അങ്കി, മഹത്വത്തിൻ്റെ അങ്കി ഈ മകനെ ധരിപ്പിക്കുകയാണ്. ആ മഹത്വം എല്ലാം പോയി കളഞ്ഞു കുളിച്ചവനാണ്. വീണ്ടും അവനെ മഹത്വത്തിൻ്റെ അങ്കി ധരിപ്പിക്കുന്നു, മോതിരം ധരിപ്പിക്കുന്നു. പുതുജീവന്റെ വാഗ്ദാനമാണ്. മരിച്ചവനായിരുന്നവൻ, പാപത്തിൻ്റെ വടികുഴിയിൽ വീണ് മരിച്ചവൻ, അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ അവനെ മോതിരം ധരിപ്പിക്കുന്നു. പുതുജീവന്റെ അനുഭവത്തിലേക്ക് അവനെ നടത്തുകയാണ്. വീണ്ടും ചെരുപ്പ് ധരിപ്പിക്കുന്നു, സമാധാന സുവിശേഷത്തിൻ്റെ ചെരുപ്പ്. നീതിപരമായിരിക്കുന്ന ജീവിതത്തിലേക്ക്, ധാർമ്മിക ജീവിതത്തിലേക്ക് വഴി നടക്കുവാൻ തക്കവണ്ണവനെ പ്രാപ്തനാക്കി തീർക്കുന്നു. ഇപ്രകാരമുള്ള ഒരു ജീവിതത്തിൻ്റെ പന്ഥാവ് വെട്ടിത്തുറക്കുവാൻ തക്കവണ്ണം നമുക്കും ഇടയായിത്തീരേണ്ടതായിട്ടുണ്ട്. കാളകളെ അറുത്ത് ഗംഭീരമായി വിരുന്ന് നടത്തുകയാണ്. പാപിയുടെ മാനസാന്തത്തിൽ സ്വർഗം സന്തോഷിക്കുകയാണ്. അനുഗ്രഹകരമായ സന്തോഷത്തിൻ്റെ അവസ്ഥ എത്രമാത്രം അവാച്യമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഒരുമിച്ച് ഹൃദയപൂർവ്വമായി സന്തോഷിക്കുവാൻ സാധിക്കണമെങ്കിൽ പിതാവിനോട് കൂടെ ചേർന്ന്, ഈ മുടിയനായ പുത്രനോട് കൂടി ചേർന്ന് നമുക്ക് എല്ലാവരും നേർക്കും ഈ അനുതാപയുടെ തിരിച്ചുവരവിൽ സന്തോഷിപ്പാൻ തക്കവണ്ണം ഇടയാകണം. പിതാവാൻ ദൈവവുമായുള്ള അഭേദ്യമായ ബന്ധത്തിലും മറ്റുള്ളവരുമായുള്ള എല്ലാ ബന്ധത്തിലും, ഈ മുടിയൻ പുത്രനുമായുള്ള ബന്ധത്തിലും നമുക്ക് ഒരുമിച്ച് നിന്ന് ദൈവത്തെ പ്രകീർത്തിക്കുവാനും ദൈവത്തോട് അനുഗ്രഹങ്ങൾ യാചിക്കുവാനും ഇടയാകണം, സന്തോഷിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. ഇവിടെ പിതാവ് പറയുന്നൊരു വാക്കുണ്ട്, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, അവനിതാ ജീവിച്ചിരിക്കുന്നു. നമ്മളെക്കുറിച്ച് ഇത് പറയുവാൻ സാധിക്കുമോ? എൻ്റെ ഈ മകൾ മരിച്ചവളായിരുന്നു, ഇതാ ജീവിച്ചിരിക്കുന്നു. ഈ ധ്യാനം കഴിയുമ്പോൾ, ഇവിടെ നിന്ന് പോകുമ്പോൾ ഈ ഒരു ചിന്തയുണ്ടോ? മരിച്ച് പാപത്താലുള്ള മരണത്തിൽ പെട്ടവനായിരുന്നു ഞാൻ, എന്നാൽ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ജീവിച്ചിരിക്കുന്നു, പുതിയ ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നിരിക്കുന്നുവെന്ന് സ്വയം പറയാൻ തക്കവണ്ണം ത്രാണിയുള്ളവരായി പോകുവാൻ നമുക്ക് സാധിക്കുന്നു. ആരെങ്കിലും കുറെ പേരെങ്കിലും ആ രീതിയിൽ ത്രാണിയുള്ളവരായി തീരുന്നെങ്കിൽ ഈ സമ്മേളനം അനുഗ്രഹകരമായി തീരും, യാതൊരു സംശയമില്ല. ദൈവമേ, നിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ മഹത്വകരമായ പ്രത്യക്ഷതയിൽ നിന്നോടുകൂടെ കാണപ്പെടുവാൻ തക്കവണ്ണം സാധിക്കുന്ന അവസ്ഥയിലേക്ക് ഞങ്ങൾ പരിണമിക്കുവാൻ തക്കവണ്ണം നിന്റെ ആത്മശക്തിയിൽ ഞങ്ങളെ പരിവർത്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. രൂപാന്തരം ഉണ്ടാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. മുടിയൻ പുത്രൻ്റെ ജീവിതത്തിലൂടെ നാം പഠിച്ച ധ്യാന വിഷയങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നേറുവാൻ തക്കവണ്ണം സാധിക്കേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സ്മരിക്കുന്ന അല്പസമയം നമുക്ക് തലകളെ വണക്കി ധ്യാനിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഈ ലോകത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും പിതാവാം ദൈവത്തെ ഉപേക്ഷിച്ച് ഈ ലോകത്തിൻ്റെ കന്മഷങ്ങളിലേക്ക് മാറിപ്പോയ പള്ളാടുകളാണ് ഞങ്ങളെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ. എന്തെന്ത് നന്മകളാണ് അവിടുന്ന് ഞങ്ങൾക്ക് ചൊരിഞ്ഞു തന്നിട്ടുള്ളത്. ആ നന്മകളെ ഒന്നും ഓർക്കാതെ തിന്മയായ വഴികളിലൂടെയും തിന്മയായ ചിന്തകളിലൂടെയും തിന്മയായ മറ്റു മാർഗങ്ങളിലൂടെയും ഞങ്ങൾ സഞ്ചരിച്ചു പോയിട്ടുള്ളത് ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ അളവറ്റ സ്നേഹത്തിൻ്റെ അനുഗ്രഹകരമായ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെ തിരിച്ചറിയാതെ മറുതലിച്ചു പോകുന്നത് ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ സ്നേഹത്തിന് പ്രത്യുപകാരമായി ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയാതെ അതിന് പുറംതിരിഞ്ഞു നിൽക്കുന്ന മനോഭാവങ്ങൾ ഞങ്ങൾക്കുണ്ടായത് ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ സ്നേഹത്തെ മറന്ന് ഞങ്ങൾ ജീവിതത്തിൻ്റെ ഈ ലോക ജീവിതത്തിൽ മതിമറന്ന് ജീവിച്ചു പോയിട്ടുള്ളത് ഞങ്ങളോട് ക്ഷമിക്കണമേ. കാരുണ്യവാനായ കർത്താവേ, പിതൃസന്നിധിയിൽ നിന്ന് ഓടി ലോകത്തിൻ്റെ മായാമോഹങ്ങളിൽ കുടുങ്ങി സുഖസൗകര്യങ്ങളിൽ ജീവിച്ച് ലൗകിക ആസക്തിയിലായി തീർന്ന മുടിയൻ പുത്രൻ
ജീവിതത്തിൻ്റെ പരിശോധനാ സമയത്ത് തിരിച്ചു വന്നതുപോലെ നിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരുവാൻ തക്കണമുള്ള ഹൃദയവായ്പ് ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ പരിശുദ്ധാത്മശക്തിയെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതം ഇന്നും കർത്താവെ ശരിയായി ജീവിപ്പാൻ ഞങ്ങൾ സാധിച്ചിട്ടില്ല. നന്മയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സൃഷ്ടിച്ചു, പക്ഷേ ഞങ്ങൾ തിന്മയിലേക്ക് പോകുന്നു. സ്നേഹമുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങളെ നീ സൃഷ്ടിച്ചു, ഞങ്ങൾ സ്നേഹരഹിതരായി പോകുന്നു. എല്ലാ രീതിയിലും നിന്നിൽ നകന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഈ ജീവിതത്തിൻ്റെ പ്രയാണത്തെ പിടിച്ചു നിർത്തി നിന്നോടുള്ള കൂട്ടായ്മയിൽ ജീവിപ്പാനുള്ള ആത്മശക്തിയും ആത്മബലവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവെ, മുടിയൻ പുത്രൻ അനുദപിച്ച് പ്രതിസന്ധിയിൽ വന്ന് അവൻ്റെ സർവ്വപാപങ്ങളും ഏറ്റുപറഞ്ഞ് പിതാവുമായുള്ള കൂട്ടായ്മയിൽ ജീവിച്ചതുപോലെ നിന്റെ സന്നിധിയിൽ കടന്നു വന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഏറ്റുപറഞ്ഞ് മനസ്താപത്തോടുകൂടി കണ്ണീരോടുകൂടി നിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നിന്റെ ആത്മാവിൽ ജീവിപ്പാൻ തക്കവണ്ണം, ആത്മബലത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ കഴിവില്ലാത്തവരും കൊള്ളരുതാത്തവരും എല്ലാ വിധിയിലും എല്ലാ രീതിയിലും നിന്നിൽ നകന്നവരുമാകുന്നു. കർത്താവെ, നീ ഞങ്ങളെ സ്പർശിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രാപിക്കാൻ സാധിക്കും. നീ ഞങ്ങളെ തലോടുന്നുവെങ്കിൽ ഞങ്ങൾക്ക് പുതിയ വഴികളെ കണ്ടെത്തുവാൻ സാധിക്കും. നീ ഞങ്ങളെ തൃക്കൺ പാർക്കുന്നുവെങ്കിൽ നല്ല മാർഗങ്ങൾ അവലംബിച്ച് മുന്നേറുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിക്കും. അവിടെ ഞങ്ങളെ തൊടയണമേ, ഞങ്ങളെ തലോടണമേ, ഞങ്ങളെ അവിടുന്ന് ദർശിക്കണമേ. കാരുണ്യവാനായ കർത്താവെ, മുടിയൻ പുത്രൻ ഈ ലോക ജീവിതത്തിൻ്റെ പാപപരമായിരിക്കുന്ന എല്ലാ തിന്മപ്പെട്ട ജീവിതത്തിൽ നിന്നും വേർപെട്ട് നിന്നോടുള്ള ഉഭയസമ്മതത്തിൽ നിന്നോടുള്ള കൂട്ടായ്മയിൽ ജീവിച്ച് സ്വർഗോന്നതമായിരിക്കുന്ന അനുഭവത്തിലേക്ക് വളർന്ന് കരേറിയതുപോലെ ഞങ്ങളുടെ ഈ പാപകരമായ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നും അനുഗ്രഹകരമായി സ്വർഗോന്നതമായ ജീവിതത്തിലേക്ക് വഴി നടത്തുവാൻ തക്കവണ്ണം നിന്റെ ആത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. ഇത്രത്തോളം ചെയ്ത എല്ലാ ഉപകാരങ്ങളെയും ഓർത്തിനെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു. തുടർന്നും കൂടെ ഇതിന് സഹായിക്കണമേ. ഞങ്ങളിനിയും കാണുമ്പോൾ കൂടുതൽ ആത്മീയോർത്ഥനയിൽ വളർന്നുവാൻ സഹായിക്കണമേ. ഈ കൂട്ടായ്മ അനുഗ്രഹത്തിനും തിരുനാമഹത്വത്തിനുമായി തീരണമേ. ഞങ്ങളിവിടെ നിന്ന് പോകുമ്പോൾ പുതിയ ചൈതന്യത്തോടെ പുതുജീവനോടെ പോകുവാൻ കണ്ണോടിയായി തീരണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും ജീവനുള്ള സ്തുഹായിക്ക് ഇപ്പോഴും എല്ലായ്പ്പോഴും സ്തുതിയും സ്തോത്രം സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ.